നമസ്കാരം. NCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലം മംഗലത്ത്. പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം. നിലമ്പൂരിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. യോഗം ചേർന്നത് എലിഫന്റ് ഡ്രൈവ് നടത്തുന്നതിനായുള്ള മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി. കുഞ്ഞാലി രക്തസാക്ഷി വാർഷികം. നിലമ്പൂരിൽ പൊതുയോഗവും റാലിയും നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ രക്തദാനവും. സ്വകാര്യ ആശുപത്രിയിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മൃതദേഹം കണ്ടത് ഇന്ന് രാവിലെ അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയുടെ ശുചിമുറിയിൽ. പിക്കപ്പ് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. 2 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസം വൈകിട്ട്. സഞ്ചാരികളെ ആകർഷിച്ച് നീലഗിരിയിലെ നീലക്കുറിഞ്ഞികൾ. കാഴ്ചക്കാർക്ക് കൗതുകമേകി വെള്ളക്കുറിഞ്ഞിപ്പൂക്കളും. സുരക്ഷിത മേഖലയിൽ സന്ദർശനത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി തമിഴ്നാട് വനം വകുപ്പ്. കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണം. പോരൂരിൽ ആരോഗ്യ കർക്കിടകം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി നടത്തിയത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി എലിഫന്റ് ഡ്രൈവ് നടത്തുന്നതിന്റെ മുന്നോടിയായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം വിളിച്ചു ചേർത്തു. കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ വെച്ചാണ് നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും വനപാലകരുടെയും കർഷകരുടെയും യോഗം ചേർന്നത്. കാട്ടാന ശല്യം കൂടുതലുള്ള പൊക്കോട് റിസർവിൽ നിന്നും 12,000 മലവാരത്തിലേക്ക് എലിഫന്റ് ഡ്രൈവ് നടത്താനാണ് തീരുമാനം. ഈ മാസം 21-ന് തിരുവനന്തപുരത്ത് വെച്ച് വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികൾ ഇക്കാര്യം ചർച്ച നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ എടുക്കുന്നത്. യോഗത്തിൽ കർഷകരും പ്രദേശവാസികളും തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഫെൻസിംഗ് തുടങ്ങിയവയുടെ പോരായ്മകളും ചർച്ചയായി. ആനകളെ വനത്തിലേക്ക് മാറ്റുന്നത് മാത്രമാണ് പരിഹാരമെന്നും കർഷകർ പറഞ്ഞു. യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പാമ്പിന്റെ ശല്യം, പന്നിയുടെ ശല്യം, ആനയുടെ ശല്യമൊക്കെ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ഇന്ന് അത് വളരെ ഒന്നുകൂടി ഫോറസ്റ്റായി നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം നിലനിർത്തുന്നതോടൊപ്പം വനം നശിപ്പിക്കാതെ ജനങ്ങൾ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള, ചേർന്ന് നിൽക്കാനുള്ള ഒരു ധാരണ കൂടി ഉണ്ടായ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ വനം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അനുശ്രീ, വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് തോണിക്കടവൻ, സുരേഷ് തോണിയിൽ, നഗരസഭാ കൗൺസിലർമാർ, എടവണ്ണ റേഞ്ച് ഓഫീസർ MN ഷംനാസ്, നിലമ്പൂർ റേഞ്ച് ഓഫീസർ ചാർജ് കൂടിയുള്ള വഴിക്കടവ് റേഞ്ച് ഓഫീസർ P വിമൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. RRT പ്രവർത്തകരും വനപാലകരും ജനപ്രതിനിധികളും കർഷകരും പങ്കെടുത്തു. പക്ഷെ അത് പല കാരണങ്ങളും നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യനുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. പല വിധത്തിലുള്ള വനം കയ്യേറ്റവും പ്രശ്നങ്ങളും പലരും ജീവൻ ഗോത്ര സമൂഹങ്ങളുടെ അന്യായപ്പെട്ട് അവരുടെ പല പ്രശ്നങ്ങളുണ്ട്. വനം കുറെ നഷ്ടപ്പെട്ടു. അപ്പം ഇവിടെയുള്ള ഇവിടെ എനിക്കറിയാം ഗവർണർ ബഹുമാന സുപ്രീം കോടതിയുടെ കേസിൽ ഇന്ത്യ ഒട്ടാകെ അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നോൺ ഫോറസ്ട്രി ഓപ്പറേഷൻസ് പാടില്ല എന്നുള്ളത് അതിന് വനം കയ്യേറ്റം വളരെ നഷ്ടമായി ചെയ്യുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കൃത്യമായിട്ട് പോകേണ്ടി വരും. കൂടാതെ എന്തൊരു പദ്ധതി വെക്കുമ്പോഴും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സുപ്രീം കോടതിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെയും അനുവാദം വേണം എന്നുള്ളൊരു കർശന നിർദ്ദേശമുള്ളതുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചു പോകുന്നത്. കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ചന്തക്കുന്നിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ റോഡിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് റാലിയും സംഘടിപ്പിച്ചു. കുഞ്ഞാലിയുടെ ജീവനത്തിന് ശേഷം കൂടുതൽ അക്രമാസക്തമായി മാറി. അങ്ങനെയാണ് രാജ്യത്തെ പൗരന്മാരുടെ ജനാധിപത്യ അവകാശം ഇല്ലാതാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്.
കേരളത്തിൽ CPM-ഉം LDF-ഉം വൻ ശക്തിയായി തിരിച്ചുവരുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും ജയരാജൻ പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം E. അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VP അനിൽ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി K. മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അരുമ ജയകൃഷ്ണൻ, K. റഹീം, ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, സഹിൽ അകമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രവർത്തകർ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിലമ്പൂർ നഗരസഭാ കൗൺസിലറും ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജൂലൈ 28 കിഴക്കൻ ആർനാടിലെ തൊഴിലാളർ പ്രസ്ഥാനത്തിന്റെ നേതാവും നിലമ്പൂരിന്റെ പ്രഥമ MLA-യുമായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനമാണ്. കിഴക്കൻ ആർനാടിലെ പുഴുക്കളെ പോലെ കഴിഞ്ഞ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നണി പോരാളിയായി നിന്നിരുന്ന സഖാവ് കുഞ്ഞാലി 1969 ചുള്ളിയോട് വെച്ച് എതിരാളികളോട് വെടിയേക്കുകയായിരുന്നു. 1969 ജൂലൈ മാസം 28-ാം തീയതി അദ്ദേഹം രക്തസാക്ഷിയായി. രക്തം ചിന്തി മരിച്ച സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. പ്രജിത്ത്, സന്തോഷ്, ലെനിൻ സുരാജ്, തൻസീം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുഞ്ഞാലി വാർഷിക ദിനാചരണത്തിൽ പ്രഭാതപേരി സംഘടിപ്പിച്ച് CPM പ്രവർത്തകർ. ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത്. İnkılap zindabad, zindabad, zindabad. İnkılap zindabad, zindabad, zindabad. CPIM zindabad, CPIM zindabad. രക്തസാക്ഷികൾ zindabad, രക്തസാക്ഷികൾ zindabad, രക്തസാക്ഷികൾ zindabad. CPM ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. ഭൂമിയില്ലാത്ത പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ഭൂമിയുടെ ഉടമകാക്കുന്നതിന് വേണ്ടി സഖാവ് കുഞ്ഞാലിയുടെ കർഷക പ്രക്ഷോഭത്തിലൂടെ, ഭൂരഹിത തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിലൂടെ ഈ മണ്ണിൽ നേടിയെടുക്കാൻ സാധിക്കപ്പെട്ടു. ഈ പ്രദേശത്തെ ഏറ്റവും ദുർബലരായ ആദിവാസി മേഖലയുടെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നേതൃത്വപരമായ പങ്ക് സഖാവ് കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ. അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. ഷൗക്കത്ത്, മോഹനൻ, മാട്ടുമ്മൽ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിയാറിലെ അകമ്പാടത്ത് സ്വകാര്യ ആശുപത്രിയിൽ ശുചിമുറിയിൽ വേസ്റ്റ് ബിന്നിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് ജീവനക്കാർ മൃതദേഹം കണ്ടത്. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടപടികൾക്ക് തുടക്കമിട്ടു. ഉച്ചയ്ക്ക് ശേഷം വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഇന്നലെ രാത്രിയോടെ ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് സ്വദേശിനി കുടുംബത്തോടൊപ്പം ബ്ലീഡിംഗ് പ്രശ്നങ്ങളുമായി ആശുപത്രിയിലെത്തിയിരുന്നുവെന്നും ഗൈനക്കോളജി ഡോക്ടർ ഇല്ലാത്തതിനാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരുന്നുവെന്നും സ്വകാര്യ ആശുപത്രി അധികൃതർ പറയുന്നു. തുടർന്ന് വസ്ത്രം മാറാൻ ഇവർ ശുചിമുറി ഉപയോഗിച്ചിരുന്നതായും പറയുന്നു. നിലവിൽ ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് ഇക്കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ പിക്കപ്പ് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളായ ഇർഫാൻ, ഇമ്രാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. KSRTC ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടാണ് വാൻ ആഴമേറിയ കൊക്കയിലേക്ക് മറിഞ്ഞത് എന്നാണ് വിവരം. അപകടത്തെ തുടർന്ന് രക്ഷപ്പെടുത്തിയ ഇരുവരെയും ഉടൻ തന്നെ ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. നീലഗിരി മലവാരങ്ങളിൽ പൂത്തുലഞ്ഞ നീലക്കുറിഞ്ഞികൾക്കൊപ്പം കൗതുകമായി വെള്ളക്കുറിഞ്ഞി പൂക്കളും. എണ്ണത്തിൽ കുറവാണെങ്കിലും കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർമയേകുകയാണ് വെള്ളക്കുറിഞ്ഞികളും. അതേസമയം നീലക്കുറിഞ്ഞി സന്ദർശനത്തിന് തമിഴ്നാട് വനം വകുപ്പ് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീലക്കുറിഞ്ഞി കാണാൻ വലിയ തോതിൽ സന്ദർശകരെത്തിയതോടെയാണ് നിയന്ത്രണങ്ങൾ. വനമേഖലയിൽ മലവാരങ്ങളിലാണ് കുറിഞ്ഞികൾ പൂത്തുലഞ്ഞിരിക്കുന്നത്. സംരക്ഷിത മേഖലകളായതിനാലാണ് നിയന്ത്രണം. പൂക്കൾ ദൂരെ നിന്നും മാത്രം കാണാനേ അനുമതിയുള്ളൂ. വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. നിശ്ചയിച്ച പാതകളിലൂടെ മാത്രമേ സഞ്ചാരികൾക്ക് പോകാനാകൂ. പൂക്കളെ തൊടാനോ പൊട്ടിക്കാനോ അനുമതിയില്ലെന്ന് കാണിച്ച് പോസ്റ്ററുകളും വനവകുപ്പ് അറിയിപ്പായി പുറത്തിറക്കിയിട്ടുണ്ട്.
കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പോരൂർ കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കർക്കിടകം പരിപാടി സംഘടിപ്പിച്ചു. FNHW പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കർക്കിടകക്കഞ്ഞിയോ അതുപോലെ നല്ല ഇലക്കറിയോ CDS പ്രസിഡന്റ് പറഞ്ഞ പോലെ 3 ദിവസം ഞങ്ങളോട് ആരോഗ്യ കഞ്ഞി നല്ല കഞ്ഞി, പത്തിര തോരൻ, നല്ല അച്ചാറും എത്ര നമുക്ക് നല്ലൊക്കെ പറയുന്നത് നല്ല രുചികരമായ കഞ്ഞി, അതിൽ നല്ല പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉരുവട്ടിട്ട് വേറെ ചെറുപയർ, തേങ്ങാപ്പാൽ, ഒരുവിധം പിന്നെ നമുക്ക് വായിട്ട് കഴിപ്പൊന്നും അതിന് കിട്ടില്ല. അപ്പൊ നല്ല രസം തോന്നി. അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ ഓർഡറിൽ ഉണ്ടാക്കാൻ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫാത്തിമ നസീഹ, ഡോക്ടർ സജ്ജന എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KP ജുൽഫിന, K കാമിലമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ, പ്രമീള, പവിത്ര, CDS വൈസ് ചെയർപേഴ്സൺ P സുലൈഖ, CDS ഉപസമിതി കൺവീനർമാരായ നിഷ, റഹീല, FNHWRP MP കല്യാണി, അംഗങ്ങളായ പ്രഭാവതി, വിലാസിനി, കുടുംബശ്രീ പ്രവർത്തകർ, പകൽവീട് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കിയ പോഷകസമൃദ്ധമായ കർക്കിടക ഔഷധക്കഞ്ഞി, മുളപ്പിച്ച ചെറുപയറും ഇലക്കറികളും ചേർത്ത തോരൻ, റാഗിക്കുറുക്ക് എന്നിവ പങ്കെടുത്തവർക്ക് വിതരണം ചെയ്തു. മമ്പാട് ഒടായിക്കൽ PUM LP സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനായി സാപ്പിയൻസ് ഗ്രൂപ്പാണ് വാട്ടർ പ്യൂരിഫയർ നൽകിയത്. ചടങ്ങ് സോഷ്യൽ മീഡിയ താരം കൊമ്പൻകാട് കുഞ്ഞാപ്പു നിർവഹിച്ചു. പ്രധാനാധ്യാപിക U ഫാത്തിമ, വാർഡംഗം സബീന, മാനേജ്മെന്റ് പ്രതിനിധി TP സജിത്, V ഹംസ, സാപ്പിയൻസ് ഗ്രൂപ്പ് പ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. മധുര വിതരണവും നടത്തി. മമ്പാട് കാരച്ചാൽ പുന്നലക്കട്ടി ശ്രീ ധർമ്മശാസ്ത്ര ദേവീക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണ ചടങ്ങുകൾ തുടരുന്നു. ശ്യാമള ചന്ദ്രൻ, പുഷ്പ രവീന്ദ്രൻ, അമ്മിണി ഏനായി, ഓമന തയ്യിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളായ സെക്രട്ടറി രാജൻ ഏനായി, പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുതുകോട്ടിൽ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്കും നേതൃത്വം നൽകി വരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അങ്ങാടിപ്പുറം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോട്ടോഗ്രാഫിയിലെ AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനി ഉദ്ഘാടനം ചെയ്തു. ഉണ്ണി ശോഭ അധ്യക്ഷത വഹിച്ചു. ശശികുമാർ മങ്കട, ജസീർ ക്യാപിറ്റോൾ, സുരേഷ് ചിത്ര, രൂപേഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. K ശ്രീബിൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതി 94ന്റെ നേതൃത്വത്തിൽ അകമ്പാടത്ത് വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മുക്കം KMCT മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ചാലയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കൂട്ടായ്മകളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രസിഡന്റ് ഉറപ്പു നൽകി. കൂട്ടായ്മ പ്രസിഡന്റ് P ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ കാട്ടുമുണ്ട, സഹീൽ അകമ്പാടം, സുന്ദരൻ, പ്രവീണ, മിനി, നസീമ, മൈമൂനത്ത, KMCT മെഡിക്കൽ കോളേജ് ശിശു രോഗ വിഭാഗം ഡോക്ടർ ഹരി എന്നിവർ സംസാരിച്ചു. മൻസൂർ സ്വാഗതവും സനോജ് നന്ദിയും പറഞ്ഞു. സ്മൃതി 94 ഇരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1994 SSLC ബാച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു സ്കൂൾ കൂട്ടായ്മയ്ക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നതിന് ഞങ്ങൾ പലപ്പോഴായി പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരൻ ബോബൻ ഏലിയാസ്, അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ
നമ്മൾ ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായി 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേത്ര പരിശോധന ക്യാമ്പ് ഇരിഞ്ഞമ്മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തി. വൻ വിജയമായിരുന്ന ആ പരിപാടിയിൽ ചാലിയാർ പഞ്ചായത്തിലെ പല ആളുകളും അതിൽ പങ്കെടുത്തു. ഇപ്പോൾ KMCT മുക്കം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് സ്മൃതി 94 ഒരു മഹാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകളും ആ മെഡിക്കൽ ക്യാമ്പ് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു സ്കൂൾ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ നിർവഹിക്കുമെന്നും ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. 8 വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് ബയോലൈൻ ലബോറട്ടറിയുടെ സഹകരണത്തോടെ സൗജന്യ തൈറോയിഡ് പരിശോധനയും ക്യാമ്പിൽ ലഭ്യമാക്കി. പ്രദേശവാസികളായ നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. നിലമ്പൂർ PV's മോഡൽ സ്കൂളിൽ സർഗോത്സവത്തിന് തുടക്കമായി. ഈ വർഷത്തെ ഇന്റർ ഹൗസ് കൾച്ചറൽ മീറ്റിന്റെ ഭാഗമായാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. സർഗോത്സവത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളായ രചനാ മത്സരങ്ങളും ചിത്രരചനാ മത്സരങ്ങളുമാണ് നടക്കുക. വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് നിർവഹിച്ചു. ജൂലൈ 30-നും 31-നുമാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുക. വൈബ്സ് 2K26 എന്ന പേരിൽ നടത്തുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ജെയിൻ സിറിയക് ബാബു ഉദ്ഘാടനം ചെയ്യും. എടവണ്ണ പഞ്ചായത്തും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജും ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ NGOയും ചേർന്ന് TCI കോഴ്സ് തുടരുന്നു. എല്ലാ മാസവും 3 ദിവസങ്ങളിലായി ക്ലാസുകൾ നടക്കും. രാവിലെ 9:30 മുതൽ 5 വരെയാണ് സമയം. മലപ്പുറം മനുഷ്യത്വത്തിന്റെ തലസ്ഥാനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യന് വേണ്ടി കരുതലോടുകൂടി ജീവിക്കുക എന്നുള്ള മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യം രജിത നോട്ട് ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും ആസൂത്രണ സമിതി അംഗങ്ങളും കോഴ്സിന്റെ പ്രതിനിധികളാകുന്ന സർവകലാശാല TCI കോഴ്സ് ചരിത്രത്തിലെ ആദ്യ അനുഭവമാകുമെന്നും പഞ്ചായത്തിലെ 24 വാർഡുകളിലായി 48 യൂണിറ്റുകളിലായി പ്രവർത്തിക്കുന്ന 1200ഓളം പേർക്ക് മാനസികാരോഗ്യം വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കാൻ ഈ കോഴ്സ് കൊണ്ട് സാധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിനെ ശലഭഗ്രാമമാക്കി മാറ്റുന്ന പദ്ധതിക്ക് ഈ പരിശീലനം ശക്തി പകരുമെന്നും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EA കരീം, U3I മെന്റർ തോമസ് എബ്രഹാം എന്നിവർ പറഞ്ഞു. ശലഭഗ്രാമത്തിന്റെ ആദ്യഘട്ടമായി പഞ്ചായത്തിൽ മുതിർന്നവരുടെ മാനസികാരോഗ്യവും ക്ഷേമപ്രവർത്തനങ്ങളും മറ്റും ലക്ഷ്യമിട്ട് തുടങ്ങിയ U3A കൂട്ടായ്മയുടെ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകരെ സജ്ജമാക്കും. എല്ലാ മാസവും 3 ദിവസങ്ങളിലായി ക്ലാസുകൾ നടക്കും. രാവിലെ 9:30 മുതൽ 5 വരെയാണ് സമയം. 26 പഠിതാക്കളുള്ള കോഴ്സ് 6 മാസം നീണ്ടു നിൽക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിറ സമത, വൈസ് പ്രസിഡന്റ് സാജിദ് കളത്തിങ്ങൽ, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഹൈദരു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EA കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴ്സിന്റെ ഉദ്ഘാടനം അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആയിഷ നിർവഹിച്ചു.